നമുക്കേവർക്കും മോട്ടിവേഷൻ വളരെ ഇഷ്ടമാണല്ലേ? രാവിലെ എണീറ്റാൽ മോട്ടിവേഷൻ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ മോട്ടിവേഷൻ, രാത്രി കിടക്കുന്നതിന് മുമ്പ് മോട്ടിവേഷൻ. പക്ഷെ നമ്മുടെ ജീവിതം നല്ല ശക്തമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മോട്ടിവേഷൻ മാത്രം പോരാ, കൺസിസ്റ്റൻസിയാണ് പ്രധാനം. അതായത് പലപ്പോഴും മോട്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ആ ഒരു സ്റ്റിമുലേഷനും ആ ഒരു മെൻ്റൽ സ്ട്രെങ്തും ഒക്കെ കിട്ടുന്നതാണ് അല്ലേ? പക്ഷെ അത് കുറച്ച് നേരത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് വേണ്ടത് പ്രോപ്പറായിട്ടുള്ള ഗൈഡഡ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആണ്. ഇതൊരു ഹാർഡ് ട്രൂത്താണ്. ഓക്കെ, പല ആൾക്കാർക്കും ഡൈജസ്റ്റ് ആവണം എന്നില്ല. കാരണം സത്യം എപ്പോഴും അല്പം കടുപ്പമുള്ളതായിരിക്കും. മോട്ടിവേഷൻ കൊണ്ട് മാത്രം, അതാണ് കറക്റ്റ് പറയുന്നത്, മോട്ടിവേഷൻ കൊണ്ട് മാത്രം നമുക്കൊരു പൊസിഷനിലെത്താൻ സാധിക്കില്ല. അതിന് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കഠിന പ്രയത്നം തീർച്ചയായിട്ടും വളരെ പ്രധാനമാണ്. പല ആൾക്കാരും ഇപ്പോൾ നമുക്കറിയാം പല സ്റ്റേജിലും പല പ്ലാറ്റ്ഫോമിലും വന്ന് പറയും നമ്മൾ റിസ്ക് എടുക്കണം എന്നുള്ളതാണ് അല്ലേ? പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ആ റിസ്ക് എടുക്കുന്നത് എപ്പോഴും നമ്മുടെ ജീവന് പോലും ആപത്തായേക്കാം. കാരണം റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കാരണം അതിൽ നിന്ന് ഫെയിലിയർ ആകാനുള്ള സാധ്യത അത്രയും കൂടുതലാണ് അല്ലേ? അതിനാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. ഫെയിലിയർ വന്നാലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കണം. അപ്പോൾ അതിന് അനുസരിച്ചുള്ള റിസ്ക് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. കാരണം അതിനകത്തൊരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് തിരിച്ച് കരകയറാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. റിസ്ക് എടുക്കുക, അത് സക്സസ് ആയാൽ തീർച്ചയായിട്ടും വളരെ നല്ലതാണ്. പക്ഷേ അതിൻ്റെ സാധ്യത എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് അസസ് ചെയ്തിട്ട് വേണം നമ്മൾ അതെടുക്കാനായിട്ടുള്ളത്. ഇപ്പോൾ 90% അത് ഫെയിലിയർ ആകാൻ സാധ്യതയുണ്ട്, 10% അത് സക്സസ് ആകാൻ സാധ്യതയുണ്ടെങ്കിൽ ആ എടുക്കുന്ന റിസ്ക് തീർച്ചയായിട്ടും ആനുപാതികമായി ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അതിനകത്ത് പൈസ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പൈസ കംപ്ലീറ്റ് ആയിട്ട് പോയാലും നമുക്ക് കുഴപ്പം ഇല്ല, അല്ലെങ്കിൽ നമുക്ക് റിക്കവർ ചെയ്യാം എന്ന് പറ്റുന്ന ഒരു അളവിലായിരിക്കണം. അല്ല നമ്മൾ ജീവിതത്തിലെ സേവിങ്സ് മൊത്തവും അതിനകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അതോടെ ക്ലോസ് ആകും. പല ആൾക്കാരും റിസ്ക് എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്ന് പറയും. പക്ഷേ ഒറ്റയൊരു മിസ്റ്റേക്ക് മതി കംപ്ലീറ്റ് എല്ലാം പോയി കിട്ടാനായിട്ട്. അപ്പോൾ എപ്പോഴും കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകൾ മാത്രമേ ജീവിതത്തിൽ എടുക്കാവൂ. നമുക്കിപ്പം പല കാര്യങ്ങളും നമ്മുടെ കയ്യിലല്ല. ഇപ്പോൾ നമ്മൾ സൈഡിൽ കൂടെ നടന്നു പോകുമായിരിക്കും, വണ്ടി ഒന്ന് ഇടിച്ചാൽ തീരാവുന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന കുറച്ച് കുട്ടികളുടെ പുറത്തൂടെ ലോറി വന്ന് വീണത്. അതൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എങ്കിൽ പോലും എടുക്കുമ്പം എന്തായാലും നമ്മൾ റിസ്ക് എടുക്കാൻ പോകണം. കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകൾ വേണം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എടുക്കാനായിട്ടുള്ളത്. നമ്മുടെ വീഴ്ചകളിൽ നിന്ന് മോട്ടിവേഷൻ കൊണ്ടാണെങ്കിൽ തിരിച്ച് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വരാൻ കഴിയുന്ന റിസ്കുകൾ ആയിരിക്കണം. തെറ്റുകളിൽ കൂടെ നമ്മൾ ശരികളിലേക്ക് വരാൻ പറ്റുന്ന റിസ്കുകളായിരിക്കും നമ്മൾ എടുക്കേണ്ടത്.